നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവചനത്തിന് സാക്ഷ്യമായി ആലുവ സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ദേവാലയം. ഷഹബാസിന്റെ കൊലപാതകം കൂടുതൽ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം UN മനുഷ്യാവകാശ സമിതി മേധാവിക്ക് മറുപടിയുമായി ഇന്ത്യ. വയനാട് തുരങ്കപാത നിർമ്മാണം അനുമതി നൽകി സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി. വാർത്തകൾ വിശദമായി. ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് സർക്കാരിനെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും ആഞ്ഞടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോവിഡ് സമയത്ത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രവർത്തിച്ച ആശാവർക്കർമാർ 23 ദിവസങ്ങളിലായി വെയിലത്തും മഴയത്തും സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്തിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പറഞ്ഞു. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഒരാൾ പോലും പുറത്തിറങ്ങുവാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്ന കാലത്ത് സ്വന്തം ജീവൻ പോലും നോക്കാതെ നിരവധി ആളുകളെ ബലികഴിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ സാധു മനുഷ്യർ കഴിഞ്ഞ 23 ദിവസക്കാലമായി ആ സെക്രട്ടേറിയറ്റിലെ വെറും തറയിൽ സമരമിരിക്കുകയാണ് സാർ. കോവിഡ് സർവേയും ലെപ്രസി സർവേയും ഇവിടെ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഗർഭിണികളുടെ പരിചരണവും കുഞ്ഞുങ്ങളുടെ പരിചരണവും ഒക്കെ നടത്തുന്ന ആ സാധു മനുഷ്യർ മഴയും വെയിലും കൊണ്ട് നമ്മുടെ വീടാന്തരം കയറി ഇറങ്ങി വന്ന മനുഷ്യർ അതേ മഴയും വെയിലും കൊണ്ട് തന്നെയാണ് സാർ അവിടെ സമരമിരിക്കുന്നത്. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്യേണ്ടി വരുന്ന ആ സാധുക്കൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ 7000 രൂപ മാത്രമാണ് സാർ. ആ 7000 രൂപ എന്ന തുച്ഛമായ ശമ്പളം പോലും കഴിഞ്ഞ 3 മാസക്കാലമായി മുടങ്ങിയതിന്റെ പേരിലല്ലേ സാർ അവർക്ക് സമരമിരിക്കേണ്ടി വന്നത്. 700 രൂപ പ്രതിദിന വേതനമുള്ള ഈ സംസ്ഥാനത്ത് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത് വെറും 232 രൂപയാണ്. ആ 232 രൂപയാണ് സാർ ഇവർ മുടക്കിയിരിക്കുന്നത്. LDFന്റെ പ്രകടന പത്രികയിൽ മിനിമം കൂലി 7000 രൂപയാക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. സമരക്കാർക്കെതിരെ എന്തൊക്കെ ആക്ഷേപമാണ് നടത്തുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. ബക്കറ്റ് പിരിവിന്റെ പേര് പറയുന്നവർ കൊലയാളികൾക്കു വേണ്ടി പിരിവ് നടത്തിയവരാണ്. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സമരക്കാരോട് സംസാരിക്കാൻ തയ്യാറായോ? ആരോഗ്യമന്ത്രി പറഞ്ഞത് സമരക്കാരോട് ഓഫീസ് ടൈമിൽ വരാനാണ്. അധികകാലം ഓഫീസിലിരിക്കാമെന്ന് ആരോഗ്യമന്ത്രി കരുതേണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സ്വന്തം ഓഫീസ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ പരിഗണിക്കാതെയാണ് മുഖ്യമന്ത്രി ആഗോള നിക്ഷേപ സംഗമത്തിന് പോയത്. സംഗമം നടത്തിയത് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ്. ആ ഹോട്ടൽ തുടങ്ങുന്നതിനെതിരെ സമരം ചെയ്തവരാണ് ഇപ്പോൾ അവിടെ തന്നെ നിക്ഷേപ സംഗമം നടത്തുന്നത്. ഈ നിറം മാറ്റം കണ്ട് ഓന്തുപോലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിപാടി നടത്തുമ്പോൾ അവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കുന്ന ജോലിയും ആശാ വർക്കർമാർക്കുണ്ട്. ഇവരുടെ പ്രസംഗം കേട്ട് കൈയടിക്കാൻ 232 രൂപ കൊടുത്താൽ മതിയാകുമോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. സിക്കിമിൽ 10000 രൂപയാണ് ഓണറേറിയം. അത് വീണ ജോർജ് പഠിച്ച ഇന്ത്യയുടെ മാപ്പിലില്ല. എന്തു പറഞ്ഞാലും കേരളത്തെക്കാൾ ദുർബലമായ സംസ്ഥാനങ്ങളുടെ കണക്ക് പറഞ്ഞാണ് ഇവരുടെ താരതമ്യം. കേന്ദ്രത്തിൽ നിന്ന് 98 കോടി രൂപ വാങ്ങിയെടുക്കാൻ പറ്റാത്ത KV തോമസിനെ യാത്രാബത്ത കൂട്ടിയ സർക്കാരാണ്. ഫോൾസ് ഈഗോ സർക്കാർ വെടിയണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. SUCIയുടെ നാവായി യൂത്ത് കോൺഗ്രസ് നേതാവായ MLA മാറിയെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. സമരക്കാരുമായി കഴിഞ്ഞ 15-ന് വിശദമായി ചർച്ച ചെയ്തു. വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്ന SUCIU നേതാവിന്റെ അതേ കള്ളമാണ് പാലക്കാട് MLA ആവർത്തിക്കുന്നത്. ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും വീണ ജോർജ് പറഞ്ഞു. താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ കൂടുതൽ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസ്. ഇന്ന് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിയെ ആക്രമണം നടന്ന സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി. ഫോറൻസിക് പരിശോധനാ ഫലം വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ആക്രമണവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ അയച്ചവരെ കണ്ടെത്താനാണ് പോലീസിന്റെ അടുത്ത നീക്കം. ഗ്രൂപ്പ് 57 എന്ന പേരിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദ പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ പ്രധാന കുറ്റാരോപിതന്റെ പിതാവിനെയും പ്രതി ചേർത്തേക്കും. ഷഹബാസിനെ ആക്രമിക്കാനുള്ള നഞ്ചക് നൽകിയത് ഇയാളെന്ന വിലയിരുത്തലിലാണ് ഈ നീക്കം. പ്രതികളിൽ ഒരാളുടെ പിതാവ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്രൈവറാണ്. 3 പ്രധാന കുറ്റാരോപിതരും താമരശ്ശേരി സ്കൂളിൽ നേരത്തെയുണ്ടായ സംഘർഷങ്ങളിലെ പ്രധാനികളാണെന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിയും ഷഹബാസിനെ കൂട്ടം കൂടി മർദ്ദിച്ചവരിലുണ്ടെന്ന് പോലീസ് പറയുന്നു. ഇൻസ്റ്റാഗ്രാം ചാറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തത്.
കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഇതോടെ 6 പേരാണ് ഷഹബാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. അതേസമയം ഷഹബാസിന്റെ കൊലപാതകത്തിൽ കൂടുതൽ സൈബർ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഷഹബാസിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് സന്ദേശങ്ങൾ കൈമാറിയ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ ചാറ്റുകളെക്കുറിച്ചും അഡ്മിന്മാരെക്കുറിച്ചും പോലീസ് വിശദമായ വിവരങ്ങൾ തേടും. ഗൂഢാലോചനയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ നീക്കം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത് പ്രതി ചേർക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. അതേസമയം നഞ്ചക്കുൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കുറ്റാരോപിതരുടെ കൈവശം എങ്ങനെ എത്തി എന്നതിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. രക്ഷിതാക്കളുടെ പ്രേരണ കുറ്റകൃത്യം ചെയ്യുന്നതിലേക്ക് കുട്ടികളെ നയിച്ചോ എന്നതും പരിശോധിക്കും. നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് നഞ്ചക് കണ്ടെത്തിയെങ്കിലും ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുള്ളതായി പ്രാഥമിക തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പിടിച്ചെടുത്ത ഫോണുകൾ ഉൾപ്പെടെയുള്ളവയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്ന ശേഷം കേസിൽ കുറ്റപത്രം നൽകാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. POC ബൈബിൾ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പുതിയ നിയമ പകർത്തെഴുത്തിൽ പങ്കെടുത്ത് മാതൃകയായി ആലുവ സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ദേവാലയം. 85 ഇടവകക്കാർ മാത്രമുള്ള ഈ ഇടവകയിൽ നിന്ന് വ്യക്തികളായും കുടുംബങ്ങളായും സംഘടനകളായും 15ഓളം പുതിയ നിയമ ബൈബിളുകളാണ് പകർത്തി എഴുതിയത്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. കാരണം വചനമാണ് മാംസമായത്. ആ മാംസമായ വചനമാണ് അക്ഷര താളുകളിലായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. വിശുദ്ധ കുർബാനയും വചനവും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. കാരണം പരിശുദ്ധ കുർബാന തന്നെയാണ് വചനം, വചനം തന്നെയാണ് വിശുദ്ധ കുർബാന. അത്രമാത്രം ക്രൈസ്തവ ജീവിതത്തിൽ വചനത്തിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ആലുവ സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ ഏതാണ്ട് 85 കുടുംബങ്ങളാണുള്ളത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുരാതനമായ ഒരു ദേവാലയമാണിത്. ഇവിടെ 15 ദൈവമക്കൾ ദൈവവചനം, പ്രത്യേകിച്ച് സുവിശേഷ ഭാഗം പകർത്തി എഴുതി എന്നുള്ളതാണ്. കാരണം വചനം പകർത്തി എഴുതുക എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ കുറിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഈ പകർത്തി എഴുതിയ എല്ലാ മക്കളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇത് വലിയ ഒരു മാതൃകയാണ്, മറ്റുള്ളവർക്ക് വലിയൊരു സാക്ഷ്യമാണ്. കാരണം ദൈവവചനമാണല്ലോ നമ്മുടെ ജീവശ്വാസം, അതാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടി, വെളിച്ചം. അപ്പോൾ അത് പകർത്തി എഴുതാനുള്ള മനസ്സ് കാണിക്കുക എന്ന് പറയുമ്പോൾ സഭയോടും വചനത്തോടും പരിശുദ്ധ കുർബാനയോടുമൊക്കെയുള്ള ഒരാദരവായിട്ട് നമ്മളതിനെ കാണണം. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയുണ്ട്. അത് വചനത്തിലൂടെയാണ്, പ്രത്യേകിച്ച് കുടുംബത്തിൽ അവിടുന്ന് സന്നിഹിതനാകുക. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പുനരൈക്യ ശതാബ്ദി പ്രമാണിച്ച് ഈ വർഷം വചനവർഷമായി ആഘോഷിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരം ഒരു പകർത്തി എഴുതൽ എല്ലാ പള്ളികളിലും നടക്കുന്നത്. ഈ ഇടവകയിൽ ചെറിയ ഒരു ഇടവകയാണെങ്കിലും വളരെ താല്പര്യത്തോടുകൂടി ബഹുമാന്യനായ ആറ്റുമാലിൽ തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ആ ശുശ്രൂഷ നടക്കുകയാണ്. ഹൃദയപൂർവ്വം ഇടവകയിലുള്ള ഓരോ കുടുംബത്തെയും ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും സിസ്റ്റേഴ്സിനെയും അഭിനന്ദിക്കുന്നു. ഇത് ജീവിതത്തിൻ്റെ വലിയൊരു നിയോഗമാണ്. വചനം ജീവിതത്തിൽ കാത്തു പരിപാലിക്കുന്നതിൻ്റെ, സൂക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണ്. എല്ലാവിധമായ നന്മകളും എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മാർച്ച് മാസം 2-ാം തീയതി മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ അഭിവന്യ യുഹാനോൻ മാർ തിയഡോഷ്യസ് മെത്രാപ്പോലീത്ത ആലുവ സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ഇടവകയിലെ പകർത്തിയെഴുതിയ ബൈബിളുകൾ ആശീർവദിച്ചു നൽകി. ബൈബിൾ പകർത്തിയെഴുതാൻ ഇടവക അംഗങ്ങൾക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകിയത് ഇടവക വികാരി ഫാദർ ജിനോ ആറ്റുമാലിലാണ്. ബൈബിൾ പഠനം, ലോഗോസ് ക്വിസ് മത്സരത്തിലെ സജീവ പങ്കാളിത്തം എന്നിങ്ങനെ വചനാധിഷ്ഠിത കാര്യങ്ങളിൽ സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ഇടവക എപ്പോഴും മാതൃകയാണ്. ആലുവ സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 15ഓളം കുടുംബങ്ങൾ
വിശുദ്ധ ബൈബിളിൻ്റെ പുതിയ നിയമഭാഗം പകർത്തി എഴുതി. ജീവിക്കുന്ന വചനമായ ക്രിസ്തുവിനെ തങ്ങളുടെ വ്യക്തിജീവിതത്തിൽ സ്വാംശീകരിക്കാൻ ആ വചനം സ്വന്തം കൈകൾ കൊണ്ട് പകർത്തി എഴുതി അനുഗ്രഹം പ്രാപിച്ച 15ഓളം കുടുംബങ്ങൾ. സൺഡേ സ്കൂൾ അധ്യാപകരും കുട്ടികളും ബൈബിൾ പകർത്തി എഴുതുന്നതിൽ പങ്കാളികളായി. മറ്റ് അപ്പോസ്റ്റലേറ്റുകളും ബൈബിൾ പകർത്തി എഴുതുന്നതിൽ പങ്കാളികളായി. ആലുവ സെൻറ്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തെ സംബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ജോലിക്കായിട്ട് വന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് രൂപീകരിച്ച ഒരു ദേവാലയമാണ് ഈ തോട്ടയ്ക്കാട്ടുകര സെൻറ്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ദേവാലയം. വചനം വായിക്കുവാൻ, അതുപോലെ തന്നെ വചനാധിഷ്ഠിത ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാൻ അവർ പണ്ട് മുതലേ ശ്രമിച്ചിരുന്നു. ലോഗോസ് പരീക്ഷ എഴുതുന്നതിൽ 95% ആളുകളും അതിൽ താല്പര്യമുള്ളവരാണ്. അതുപോലെ തന്നെ വചനം കൂടുതൽ പഠിക്കുന്നതിന് നിരവധി വചനാധിഷ്ഠിത കോഴ്സുകളിൽ അവർ പങ്കുചേരുന്നു. ഈ ഒരു ഇടവക വചന വർഷത്തിൽ 15 ബൈബിൾ പകർത്തി എഴുതുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അവരെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. വചനത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുറേ കാലമായിട്ട് ലോഗോസ് കിസിലൂടെയുമൊക്കെ വചനം പകർത്തി എഴുതാനായിട്ട് പല പ്രാവശ്യം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതിന് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. ഇത് തുടർന്നിട്ട് എനിക്ക് ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടു. എൻ്റെ കണ്ണ് രണ്ടിനും ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അതിൻ്റെ എല്ലാ ഇടയിലും എന്തോ ഒരു ശക്തി നമ്മളെ ഇത് എഴുതാൻ പ്രേരിപ്പിക്കുന്ന പോലെയായിരുന്നു. അങ്ങനെ എഴുതി തീർന്ന് എനിക്ക് ജീവിതത്തിൽ ഒത്തിരി വലിയ ഒരു അനുഭവമായിരുന്നു. അതിലെല്ലാം ഉപരി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞങ്ങളുടെ പള്ളിയിലെ ഒരു ആൻറ്റി ഇന്നലെ മരിച്ചു. ആൻറ്റി ക്യാൻസർ രോഗിയായിരുന്നു. അപ്പോൾ ആൻറ്റി ഇതുപോലെ വചനത്തോട് ഭയങ്കര അതിയായ ദാഹമുള്ള ആളാണ്. അപ്പോൾ ആൻറ്റിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൻറ്റി കൈക്കൊക്കെ വേദനയുണ്ട്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ കൈക്ക് വേദനയൊക്കെ. അപ്പോൾ ആൻറ്റി പറഞ്ഞു എനിക്ക് ഈ വചനം ഇതൊന്ന് എഴുതണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് തുറന്നു. പക്ഷെ ഞങ്ങളുടെ ഇടവകയിൽ ഏറ്റവും ആദ്യം വെറും 3 മാസം കൊണ്ട് ആൻറ്റി അത് എഴുതി കഴിഞ്ഞു. ആൻറ്റി അനുഭവം പറയുന്നത് ഞാനിപ്പോൾ എല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കുക. ആൻറ്റി പറയുന്നത് എന്നെ പരിശുദ്ധാത്മാവ് കൈ പിടിച്ച് ഇത് എഴുതിച്ചതുപോലെയാണ് ഞാനിത് ഓരോ പേപ്പർ എഴുതിയത്. അങ്ങനെ ആൻറ്റി ഏറ്റവും ആദ്യം വചനം എഴുതി ഇത് ചെയ്തു. ആൻറ്റിക്ക് ഇങ്ങനെ ഇതിൻ്റെ പ്രകാശനം ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ആൻറ്റി വീട്ടിൽ വെച്ചേക്കാം ബൈബിള്. ആൻറ്റി ഇന്നലെ രാവിലെ നമ്മളോട് വിട വാങ്ങുകയും ചെയ്തു. അതൊരു വലിയ എനിക്ക് ഭയങ്കര ഒരു പ്രേരക ശക്തിയായിരുന്ന ഒരു ആൻറ്റിയാണ് അത്. ആ ആൻറ്റിയുടെ കാര്യം കൂടി ഞാനിവിടെ പറയാം. ഇത് എനിക്ക് ഭൗതികമായൊരു നേട്ടവും ഞാൻ നിയോഗം വെച്ചിട്ടില്ല. എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയാനായിട്ട്, വചനത്തെ സ്നേഹിക്കാനായിട്ട്, മക്കളുടെയൊക്കെ നല്ല വളർച്ച, അതായത് ആത്മീയമായ വളർച്ചയ്ക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത് എഴുതാനായിട്ട് നിയോഗം എഴുതി വെച്ചത്. അത് തമ്പുരാൻ അതിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉണ്ടാകുന്നതുവരെ യാതൊരു റിക്കവറി നടപടികളും സ്വീകരിക്കരുതെന്ന് ഹൈക്കോടതി. വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ 3 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചത് കണക്കിലെടുത്താണ് ഉത്തരവ്. ചൂരൽമല മുണ്ടക്കൈ നിവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് S ഈശ്വരൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാരിനായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ അറിയിച്ചു. അതുവരെ ജപ്തി നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് സംസ്ഥാന സർക്കാരും ബാങ്കേഴ്സ് കമ്മിറ്റിയും ഉറപ്പാക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. കേന്ദ്ര ഫണ്ട് വിനിയോഗിച്ചുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ 2026 ഫെബ്രുവരി 11 വരെ സമയം നീട്ടി നൽകണമെന്ന കേരളത്തിന്റെ അപേക്ഷ പരിഗണനയിലാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്രവിഹിതമായ 1059 കോടി രൂപയുടെ 50% മാർച്ച് 31-നകം വിനിയോഗിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. നടത്തിപ്പ് ഏജൻസിക്ക് ഈ മാസം തുക കൈമാറണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ പദ്ധതികൾ ഈ മാസം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശമെങ്കിൽ അസാധ്യമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഹർജി വീണ്ടും പരിഗണിക്കുന്ന മാർച്ച് 21-നകം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനും കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. അതിനിടെ മുണ്ടക്കായ് ചൂരൽമല പുനരധിവാസത്തിനായുള്ള 3ാം ഘട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 3ാമത്തെ പട്ടികയിൽ 70 കുടുംബങ്ങളാണുള്ളത്. വാർഡ് 11-ൽ നിന്ന് 37 കുടുംബങ്ങളും വാർഡ് 10-ൽ നിന്ന് 18 കുടുംബങ്ങളും വാർഡ് 12-ൽ നിന്ന്
15 കുടുംബങ്ങളും പട്ടികയിൽ ഇടം പിടിച്ചു. സുരക്ഷിതമല്ലാത്ത മേഖലയ്ക്ക് പുറത്ത് 50 മീറ്റർ പരിധിയിലുള്ള ഒറ്റപ്പെട്ട കുടുംബങ്ങളാണ് ലിസ്റ്റിലുള്ളത്. പുനരധിവാസത്തിനുള്ള അവസാന കരട് പട്ടികയാണ് ഇന്ന് പുറത്തുവിട്ടത്. പട്ടികയിൽ ആക്ഷേപവും പരാതികളുമുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ അറിയിക്കാവുന്നതാണ്. ആദ്യഘട്ടത്തിൽ 242 കുടുംബങ്ങളുടെ പട്ടികയും രണ്ടാം ഘട്ടത്തിൽ 81 കുടുംബങ്ങളുടെ പട്ടികയും പ്രസിദ്ധീകരിച്ചിരുന്നു. യുക്രൈനുള്ള എല്ലാ സൈനിക സഹായവും മരവിപ്പിച്ച് അമേരിക്ക. ട്രംപ് സെലൻസ്കി തർക്കത്തിന് പിന്നാലെയാണ് നിർണായക തീരുമാനം. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകും വരെ അമേരിക്ക യുക്രൈന് സാമ്പത്തിക ആയുധ സഹായം നൽകില്ല. പ്രശ്നപരിഹാരത്തിന് യുക്രൈൻ തയ്യാറായാൽ മാത്രമേ ഇനി സഹായിക്കുകയുള്ളൂവെന്ന് ട്രംപ് വ്യക്തമാക്കി. സമാധാനത്തിനായാണ് അമേരിക്കയും പ്രസിഡന്റ് ട്രംപും നിലകൊള്ളുന്നതെന്നും ഇക്കാര്യത്തിൽ എല്ലാ സഖ്യകക്ഷികളും പ്രതിബദ്ധത കാണിക്കണമെന്നുമാണ് വൈറ്റ് ഹൌസ് സൂചിപ്പിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കി തയ്യാറായാൽ സഹായം തുടരുമെന്നതാണ് നിലവിൽ വൈറ്റ് ഹൌസ് നൽകുന്ന സന്ദേശം. അതോടൊപ്പം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയുണ്ടായ സംഭവങ്ങളിൽ സെലൻസ്കിയിൽ നിന്ന് പരസ്യ ക്ഷമാപണവും വൈറ്റ് ഹൌസ് പ്രതീക്ഷിക്കുന്നു. സെലൻസ്കിയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് അമേരിക്കയുടെ പുതിയ നീക്കം. അതിനിടെ യുക്രൈനിലെ ധാതുവിഭവങ്ങൾ സംബന്ധിച്ച് അമേരിക്കയുമായി കരാറിൽ ഒപ്പിടാൻ താൻ ഇപ്പോഴും തയ്യാറാണെന്ന് സെലൻസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വാഷിംഗ്ടണിൽ നിന്ന് മടങ്ങിയത് ഒരു കരാറുമില്ലാതെയാണ്. യുഎസുമായി ക്രിയാത്മകമായ സംഭാഷണത്തിന് ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ യുക്രൈന്റെ നിലപാട് കേൾക്കണമെന്നത് മാത്രമാണ് തന്റെ ആഗ്രഹമെന്ന് സെലൻസ്കി പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ട്രംപുമായി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ച കടുപ്പമേറിയതായിരുന്നുവെന്ന് ലണ്ടനിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സെലൻസ്കി സമ്മതിച്ചു. ഈ യുദ്ധത്തിലെ അക്രമി ആരാണെന്ന് സഖ്യകക്ഷികൾ ഓർക്കണമെന്ന് യുക്രൈൻ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു. യുക്രൈനും യുഎസും തമ്മിലുള്ള സുരക്ഷാ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് ധാതു ഇടപാടിനെ ആദ്യം കണ്ടതെന്ന് സെലൻസ്കി പറഞ്ഞു. പക്ഷേ യുഎസും യുക്രൈനും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിച്ചു. റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ചൊല്ലിയാണ് പ്രധാന ഭിന്നത. വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ക്ഷണിച്ചാൽ താൻ വീണ്ടും വൈറ്റ് ഹൌസിലെത്തുമെന്ന് സെലൻസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ യുക്രൈന്റെ ഭൂമി റഷ്യയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാശ്മീരിനെയും മണിപ്പൂരിനെയും കുറിച്ച് യുഎൻ മനുഷ്യാവകാശ സമിതി മേധാവി വോൾക്കർ ടർക്ക് നടത്തിയ പരാമർശങ്ങളോട് ശക്തമായി പ്രതികരിച്ചു ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഊർജ്ജസ്വലവും ബഹുസ്വരവുമായ സമൂഹമായി തുടരുകയാണെന്ന് യുഎന്നിലെ ഇന്ത്യൻ പ്രതിനിധി അനിന്ദം ബാഗ്ചി പറഞ്ഞു. യുഎൻ മനുഷ്യാവകാശ സമിതിയുടെ 58ാമത് റെഗുലർ സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ മണിപ്പൂരിലെയും കശ്മീരിലെയും സ്ഥിതിഗതികളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ടർക്ക് രംഗത്തെത്തിയിരുന്നു. മണിപ്പൂരിലെ ആക്രമണങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശത്തെ അടിസ്ഥാനമാക്കിയാകണം പരിഹാരമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. കശ്മീരിൽ മനുഷ്യാവകാശ പ്രവർത്തകരും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരും നേരിടുന്ന വിഷയങ്ങളിലും അദ്ദേഹം ആശങ്ക ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിച്ച് സംസാരിക്കുകയായിരുന്നു ബാഗ്ചി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ആരോഗ്യകരവും ഊർജ്ജസ്വലവും ബഹുസ്വരവുമായ ഒരു സമൂഹമായി തുടരുന്നു. ടർക്ക് ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. തങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയകരമായ നടത്തിപ്പിനെയും ബാഗ്ചി പരാമർശിച്ചു. ഒരു വർഷത്തിനിടെ ജമ്മു കാശ്മീർ കൂടുതൽ സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നും സമഗ്രമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ മാർച്ച് 8 മുതൽ മണിപ്പൂരിലെ എല്ലാ നിരത്തുകളിലും ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ നിർദ്ദേശം നൽകി. റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുവാനും അമിത് ഷാ നിർദ്ദേശിച്ചു. സംഘർഷബാധിതമായ മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ സംബന്ധിച്ച് അമിത് ഷായുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ഉന്നതതല യോഗം നടത്തിയിരുന്നു. 2023 മെയ് മുതൽ സംഘർഷാവസ്ഥ തുടരുന്ന മണിപ്പൂരിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അടക്കമുള്ള വിഷയങ്ങളാണ് ഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തത്. ഗോത്രവിഭാഗങ്ങൾ നടത്തിവരുന്ന പ്രതിഷേധങ്ങളുടെ ആദ്യഘട്ടത്തിൽ ആയിരക്കണക്കിന് ആയുധങ്ങളാണ് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അപഹരിക്കപ്പെട്ടത്. ഈ ആയുധങ്ങൾ അധികൃതരുടെ കൈവശം മടക്കിയെത്തിക്കാനും മണിപ്പൂരിന്റെ ആഭ്യന്തരാവസ്ഥ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുമുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടർന്നു വരികയാണ്. ഫെബ്രുവരി 3 മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് രാജിവെച്ചതോടെയാണ് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത്. സ്വകാര്യ സർവകലാശാല ബില്ലും സർവകലാശാല നിയമ ഭേദഗതി ബില്ലും നിയമസഭയിൽ അവതരിപ്പിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു.
ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് ബില്ലുകൾ അവതരിപ്പിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ചാൻസലറുടെ അധികാരത്തിന് മാറ്റമുണ്ടാകില്ല. നക്കാപ്പിച്ച കാശിനാണ് നിയമ ഭേദഗതി എന്ന ആക്ഷേപത്തിൽ പ്രതിഷേധമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബില്ലുകളിൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാകുന്നതെന്ന് ടി സിദ്ദിഖ് പറഞ്ഞു. സ്വകാര്യ സർവകലാശാലകളിൽ വിസിമാർക്ക് മേൽക്കൈ നൽകുന്ന സർക്കാർ, പക്ഷേ പൊതു സർവകലാശാലകളിൽ വിസിമാരുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ഭേദഗതികളാണ് നടപ്പാക്കുന്നതെന്ന് സിദ്ദിഖ് പറഞ്ഞു. ചാൻസലറായ ഗവർണർക്കുള്ളതിനേക്കാൾ അധികാരം പ്രോ ചാൻസലറായ മന്ത്രിക്ക് നൽകുന്നതാണ് ഭേദഗതി എന്നതാണ് വസ്തുത. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം പൂർണ്ണമായി ഇല്ലാതാക്കി മന്ത്രിയുടെ ഉപഡിപ്പാർട്ട്മെന്റാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും സിദ്ദിഖ് ആരോപിച്ചു. 2 ബില്ലുകളും സിലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഏറ്റവും മോശമായി തയ്യാറാക്കിയ ബില്ലാണ് സ്വകാര്യ സർവകലാശാല ബിൽ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സർവകലാശാല നിയമ ഭേദഗതി ബില്ലിന് ഗവർണറുടെ മുൻകൂർ അനുമതി ലഭിച്ചിരുന്നില്ല. KTU, മലയാളം, കുസാറ്റ് സർവകലാശാലകളിലെ നിയമ ഭേദഗതി സംബന്ധിച്ച ബില്ലിനാണ് അനുമതി നൽകാതിരുന്നത്. ഈ ബില്ലുകൾ മലയാളത്തിൽ തയ്യാറാക്കിയതിനാലാണ് ഇംഗ്ലീഷ് പരിഭാഷ സഹിതം മുൻകൂർ അനുമതിക്കായി നൽകിയിരുന്നത്. കേരള, MG, കാലിക്കറ്റ്, കാലടി, കണ്ണൂർ സർവകലാശാലകളുടെ ഭേദഗതി ബിൽ ഗവർണർക്ക് അയച്ചിരുന്നില്ല. സർവകലാശാലകളുടെ സ്വയംഭരണത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ഭേദഗതിയെന്ന് കാണിച്ച് ഒട്ടേറെ പരാതികൾ ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള സർവകലാശാലകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക എന്ന പ്രഖ്യാപനത്തോടെയാണ് സർവകലാശാല ഭേദഗതി ബിൽ വരുന്നതെങ്കിലും ഗവർണർമാർ വിസിമാരുപയോഗിച്ച് സർവകലാശാലകളിൽ നടത്തുന്ന ഇടപെടലുകളെ ചെറുക്കുകയാണ് ലക്ഷ്യമെന്നും വാദമുണ്ട്. ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനായി ശുപാർശ ചെയ്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന ആശയം ഭേദഗതിയിൽ ഇല്ലെന്ന് വിമർശനമുണ്ട്. അതേസമയം ബില്ല് നിയമമാകുന്നതോടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രോ ചാൻസലറായ കേരള, കാലിക്കറ്റ്, MG, സംസ്കൃതം, കണ്ണൂർ, കുസാറ്റ്, സാങ്കേതിക, മലയാളം സർവകലാശാലകളിൽ മന്ത്രിക്ക് നേരിട്ടിടപെടാൻ അധികാരമുണ്ടാകുമെന്നും സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം ഇല്ലാതാകുന്ന നിയമ ഭേദഗതികൾ അംഗീകരിക്കരുതെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെ ചുമത്തിയ താരിഫുകൾ ഒഴിവാക്കാനാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താരിഫുകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഇതൊഴിവാക്കുവാനുള്ള കരാറിന്റെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു പ്രതികരണം. നേരത്തെ തീരുമാനിച്ച പോലെ താരിഫുകൾ മാർച്ച് 4-ന് പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കി. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് 25% താരിഫുകളും ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 10% അധിക താരിഫുകളും ഫെബ്രുവരി ആദ്യ ആഴ്ചയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. പിന്നീട് കാനഡ, മെക്സിക്കോ രാജ്യങ്ങളിലെ ഇറക്കുമതികൾക്കുള്ള താരിഫ് 30 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചു. അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും പുതിയ പദ്ധതികൾ തയ്യാറാക്കിയെന്നും പറഞ്ഞിരുന്നു. മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വളരെ ഉയർന്ന അളവിലാണ് ലഹരി മരുന്ന് US-ലേക്ക് എത്തുന്നത്. ഇവയിൽ ഭൂരിഭാഗവും ഫെന്റനൈലിന്റെ രൂപത്തിലാണ്. ഇത് ചൈനയിൽ നിർമ്മിച്ചു വിതരണം ചെയ്യുന്നതാണ്. അപകടകരമായ ഇവയുടെ ഉപയോഗത്താൽ കഴിഞ്ഞ വർഷം 100,000-ലേറെ ആളുകൾ മരിച്ചുവെന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞത്. മാർച്ച് 4 മുതൽ ചൈനയിൽ നിന്ന് 10% അധിക താരിഫ് ഈടാക്കുമെന്നും US അറിയിച്ചു. തീരുവകൾ വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ഇതിനകം തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ 2 പ്രധാന വ്യാപാര പങ്കാളികളായ കാനഡയിലും മെക്സിക്കോയിലും താരിഫ് ഏർപ്പെടുത്തിയാൽ പണപ്പെരുപ്പം വർദ്ധിക്കുമെന്നും അത് വാഹനമേഖലയെ ഉൾപ്പെടെ ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അനധികൃത കുടിയേറ്റം, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും അമേരിക്ക നൽകുന്ന വലിയ സബ്സിഡികൾ എന്നിവ കാരണമാണ് തീരുവ വർദ്ധിപ്പിക്കുന്നതെന്ന് ട്രംപ് അന്ന് പറഞ്ഞത്. വ്യാപാരത്തിന്റെ കാര്യത്തിൽ മെക്സിക്കോയും കാനഡയും ഒരിക്കലും US-മായി നല്ല ബന്ധം പുലർത്തിയിട്ടില്ലെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും അമേരിക്കയോട് അന്യായമായാണ് പെരുമാറുന്നത്. കാനഡയുടെയും മെക്സിക്കോയുടെയും സാധനങ്ങൾ US-ന് ആവശ്യമില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. അമേരിക്കക്കാർക്ക് ആവശ്യമായ എണ്ണ രാജ്യത്തുണ്ട്. മെക്സിക്കോ അമേരിക്കയ്ക്ക് എണ്ണ നൽകുന്നു. കാനഡ തടി ഉൽപ്പന്നങ്ങളും. മറ്റാരേക്കാളും കൂടുതൽ എണ്ണയും ആവശ്യത്തിനുള്ള മരത്തടിയും തങ്ങളുടെ പക്കലുണ്ടെന്നും ട്രംപ് പറഞ്ഞു. വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി അനുമതി നൽകി. 25 വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകിയത്. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്തെ തുരങ്കപാത നിർമ്മാണം അതീവ ശ്രദ്ധയോടെ വേണമെന്ന് സമിതി നിർദ്ദേശിച്ചു.
പാറ തുറക്കുന്നതിന് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം. പരിസ്ഥിതി നാശം ഒഴിവാക്കണം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലവട്ടം വിശദീകരണം തേടിയ ശേഷമാണ് അനുമതി നൽകിയത്. വന്യജീവികളുടെയും ആദിവാസികളടക്കമുള്ള മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം പരിസ്ഥിതി അനുമതി ലഭിച്ചതോടെ തുരങ്കപാത നിർമ്മാണവുമായി സർക്കാരിന് മുന്നോട്ടു പോകാം. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തെ തുരങ്കപാത നിർമ്മാണം അതീവ ശ്രദ്ധയോടെ വേണമെന്ന് സമിതി നിർദ്ദേശിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലവട്ടം വിശദീകരണം തേടിയ ശേഷമാണ് അനുമതി നൽകിയത്. 25 ഇനവ്യവസ്ഥകളോടെയാണ് നിർമ്മാണത്തിന് അനുമതി നൽകിയത്. പാറ തുറക്കുന്നതിന് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആനക്കാംപൊയിൽ നിന്ന് കല്ലാടി വരെയാണ് തുരങ്കപാത. 8.7 കിലോമീറ്ററാണ് പാതയുടെ ദൈർഘ്യം. ഇതിൽ 5 കിലോമീറ്റർ ദൂരം വനത്തിനടിയിലൂടെയുള്ള തുരങ്കപാതയാണ്. ഇതിനോടകം തന്നെ പാതയുടെ നിർമ്മാണത്തിനായി 2 ഏജൻസികൾക്ക് കരാർ നൽകിയിട്ടുണ്ട്. പദ്ധതിക്ക് 2043.75 കോടിയുടെ ഭരണാനുമതിയും 2734.50 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയും നേരത്തെ തന്നെ സർക്കാർ നൽകിയതാണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിക്കായി 17.263 ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കാൻ വനം വകുപ്പിന്റെ സ്റ്റേജ് 1 ക്ലിയറൻസ് ലഭിച്ചു. സ്റ്റേജ് 2 ക്ലിയറൻസിനായി 17.263 ഹെക്ടർ സ്വകാര്യ ഭൂമി വനഭൂമിയായി പരിവർത്തനം ചെയ്യുന്നതിനുള്ള നടപടികളും പൂർത്തിയായി. പദ്ധതിക്കായി കോഴിക്കോട് ജില്ലയിൽ 8.025 ഹെക്ടർ സ്വകാര്യ ഭൂമിയും വയനാട്ടിൽ 8.12 ഹെക്ടർ ഭൂമിയും പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് കൈമാറി. ടണൽ പാതയുടെ പ്രവൃത്തി 2 പാക്കേജുകളിലായി ടെൻഡർ ചെയ്തു. പാലവും അപ്രോച്ച് റോഡും 1ാമത്തെ പാക്കേജിലും ടണൽ പാത നിർമ്മാണം 2ാമത്തെ പാക്കേജിലുമാണ് ടെൻഡർ ചെയ്തത്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ശിക്ഷാ നടപടിക്ക് വിധേയരായ 2 വിദ്യാർത്ഥികൾക്ക് പുനഃപ്രവേശനം. 3 വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ തിരിച്ചു കയറുവാനും അനുമതി നൽകി. ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുവാനുള്ള തീരുമാനം റദ്ദാക്കിക്കൊണ്ടാണിത്. 1 വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് തിരിച്ചെടുത്തത്. 2023 ബാച്ച് വിദ്യാർത്ഥികൾക്കൊപ്പം ഇവർക്ക് പഠനം തുടരാനും ഇതുവഴി സാധിക്കും. 2024 ഫെബ്രുവരി 18 പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2ാം വർഷ BVSC വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശിയായ JS സിദ്ധാർത്ഥൻ ക്രൂരമായി റാഗിങ്ങിനിരയായി മരിച്ചത്. മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് 2 ദിവസം മുന്നേ വീട്ടിലേക്കുള്ള യാത്രയിലാണെന്ന് സിദ്ധാർത്ഥൻ അമ്മ ഷീബയെ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ കോളേജിൽ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. ഫെബ്രുവരി 14 ക്യാമ്പസിൽ സംഘടിപ്പിച്ച വാലന്റൈൻസ് ഡേ പരിപാടിക്കിടെ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിന്റെ പേരിലാണ് സിദ്ധാർത്ഥനെ സഹപാഠികൾ തന്നെ ക്യാമ്പസിലേക്ക് തിരിച്ചു വിളിച്ചത്. തുടർന്ന് നടത്തിയ സമാനതകളില്ലാത്ത ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനങ്ങൾക്കുമൊടുവിൽ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങിയ നിലയിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തൂങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ കൊലപാതകമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാതാപിതാക്കൾ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായവരെ പിടികൂടാൻ വൈകുന്നുവെന്നതടക്കം നിരവധി ആരോപണങ്ങളാണ് പോലീസിനെതിരെ ഉയർന്നത്. തുടക്കത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് CBI ഏറ്റെടുത്തിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.